We are coming today new destination, the place of I don't know before. 2 days ago someone told me there is one nice place and go and make video. So that way I am coming here. This is from Kerala and Vadagara. Okay, you see the beach, Sandbag Beach is the name of Sandbag Beach. So you see our backside. So come with me. Let's go and see. Okay. വടകര സാൻഡ്ബാഗ് ബീച്ചിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെ പുറകിൽ നമുക്ക് കടൽ കാണാം. ഇവിടെ നല്ല തിരമാല അടിക്കുന്നുണ്ട്. നട്ടുച്ച സമയമാണ്, ഒരു 1:45 മണി സമയമാണ്. പക്ഷേ ഇവിടെ അപകട മുങ്ങിമരണ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്ന ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിരവധി ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഗാർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നല്ല തിരമാല അടിക്കുന്ന കുറച്ച് അല്പം ആഴമുണ്ട്. അത്ര പെട്ടെന്നുള്ള ഒരു ചെറിയ കരയല്ല, നല്ല പോലുള്ള ചൂടടിച്ചിട്ട് ചൂട് നല്ലപോലെ അടിച്ചിട്ട് കയ്യും കാലും കണ്ണും മുഖമൊക്കെ നേറുന്നുണ്ട് ആ വെയിൽ കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ നമുക്കൊരു പാർക്കുണ്ട് ഇതിനകത്ത്. അവിടെ പോയി നോക്കാം. അവിടെ പോയി അല്പം സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് വെയിലാറിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടൽത്തീരം നന്നാക്കി എടുക്കുന്ന പണി നടന്നു. ഇവിടെ നമ്മളെ തൊട്ട മുമ്പ് തന്നെ കാണുന്നുണ്ടോ, ഇവിടെ കരയുണ്ടെങ്കിലും തൊട്ടടുത്ത് ആഴമുള്ള സ്ഥലമാണ്. കാരണം അവിടെ വെള്ളം കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആഴം നല്ല ആഴമുണ്ട്. ഈ കര കഴിഞ്ഞാൽ തന്നെ ഉടനെ ആഴമുണ്ട്. അവിടെ നമുക്ക് കര കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. ഇവിടെ പാർക്കുണ്ട് തൊട്ട് മുമ്പിൽ. പാർക്കിനകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നല്ലപോലെ തിര അടിക്കുന്ന സ്ഥലമാണ്. കാരണം ഇത്രയും ഭാഗത്തുനിന്ന് മണ്ണൊക്കെ ഒലിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് കാരണം ഇവിടെ നമ്മുടെ കരിങ്കല്ല് നിരത്തിയിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും സൂപ്പർ തിരയടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അപകട മരണ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് കൂടി ഈ കടലിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് അവിടെ കാണാം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് കയറി നോക്കാം. ഈ കടലിനെ നടുവെ പിളർത്തിയിട്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കങ്ങനെ മനസ്സിലാവുന്നു. കാരണം നടുവശത്ത് പാർക്കും 2 സൈഡിലായിട്ട് കടലുമാണ് വരുന്നത്. അങ്ങനെ ചുറ്റിപ്പറ്റി പോവാണ്. അപ്പോൾ ഈ പാർക്കകത്ത് ഇവിടെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കടലങ്ങ് പോയി കിടക്കുകയാണ്. അതിമനോഹരമായൊരു ബീച്ചാണ് ഇവിടെ. സാധാരണ ബീച്ച് പോലല്ല, കാണാൻ നല്ല മനോഹരമാണ്. ചെറിയ ദ്വീപുകളൊക്കെ അക്കരയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഈ പാർക്ക് കഴിഞ്ഞിട്ട് കിഴക്ക് വശത്തേക്ക് ഈ അഴിമുഖമാണ് നദി, അതായത് നമ്മുടെ പുഴയും കടലും കൂടി ചേരുന്ന ഭാഗമാണ് ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ചെറിയ കണ്ടൽ കാടുകളും അതുപോലെ തന്നെ ചെറിയ ദ്വീപുകളും നല്ല മണൽ തരികളും പരന്നൊഴുകുന്ന ചെറിയ ഭംഗി നമുക്ക് കൺകുളിർമ നൽകുന്ന തിരമാലകൾ അടിക്കുന്ന ഒരു ദൃശ്യം നമുക്കിവിടെ കാണാം. അതുപോലെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ നമുക്ക് നേരെ കാണാം നല്ല സുന്ദരമായ ഒരു കടലാണ്. നമുക്ക് ചുറ്റും കടലാണ്. ഈ പാർക്ക് നടുവിലാണ്, മധ്യത്തിലായി പാർക്ക് കിടക്കുന്നത്. ബാക്കി ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾക്ക് കടൽ ചുറ്റപ്പെട്ട് കിടക്കാം. അങ്ങ് പോവാണ്. ചില ഭാഗത്ത് കരയുണ്ട്, ചില ഭാഗത്ത് കടലുണ്ട്. അവിടെ നിന്ന് ദ്വീപുമായി തോന്നുന്നുണ്ട്. ബാക്കി പടിഞ്ഞാട്ടെല്ലാം കടലാണ്. അപ്പോൾ നമുക്ക് ഇനി പാർക്കിനകത്തേക്ക് പോയി നോക്കാം. ഇത് സ്ഥിതി ചെയ്യുന്നത് വടകര സാൻഡ്ബാഗ് എന്ന് പറയുന്ന ബീച്ചാണിത്. നമ്മളിപ്പോൾ ഈ പാർക്കിനകത്തോട്ട് കയറുകയാണ്. ഇവിടെ കയറി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കുട്ടികൾക്കും വലിയവർക്ക് മുതിർന്നവർക്ക് ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള ചെറിയ ചാർജുണ്ട്. തൊട്ടടുത്ത് ടിക്കറ്റ് കൗണ്ടറുണ്ട്. 5 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൗണ്ടർ ഇവിടെ ഇതിനകത്ത് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ക്യാമറ, മറ്റ് ക്യാമറകൾക്കൊക്കെ ചെറിയ ചാർജ് ഈടാക്കുന്നുണ്ട്. കാണാൻ അതിമനോഹരമായ ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇങ്ങോട്ട് വടകര ടൗണിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. 80 രൂപ വാങ്ങും ഓട്ടോറിക്ഷക്കാർ. പിന്നെ ഇവിടെ നിന്ന് ചെറിയ ടെമ്പോ അതുപോലെ തന്നെ ബസ്സുണ്ട്. 13 രൂപ കൊടുത്താൽ മതി ടൗണിലേക്ക്. ബസ്സിന് 10 രൂപ, ഇത് ടെമ്പോയിലാണ് ഞാൻ പോകുന്നത്. ഞാനിന്ന് 13 രൂപ കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോകാം. അവിടെ സാൻഡ് ബാഗ് കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമുക്ക് കോട്ടക്കലെ കുഞ്ഞാലിമരക്കാരെ മ്യൂസിയം കാണാനുണ്ട്. അവിടെ പോയിട്ട് അത് കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങാം. ഓക്കെ.